गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 14, 2024. ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധം എത്തരത്തിലുള്ളതായിരിക്കണം? പ്രിയങ്കരനായ ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം ഓർമ്മിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, ഈശ്വരനോടുള്ള ബന്ധം 2 വിധത്തിലുണ്ട്. ആദ്യത്തേതിൽ ഭക്തൻ തുടക്കക്കാരനായിരിക്കും. പ്രാഥമിക ദശയിലുള്ള അയാൾ ഈശ്വരനെ ഇപ്രകാരം സ്തുതിക്കും: ഭഗവാനെ, അവിടുന്ന് കരുണാസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്, സർവശക്തനാണ്. ഇപ്രകാരമുള്ള പ്രാർത്ഥനയിലൂടെ ഈശ്വരകൃപ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. എന്നാൽ ഭക്തൻ ഈശ്വരനോട് അടുക്കുംതോറും ഈ അകലം അപ്രത്യക്ഷമാകുന്നു. ഒരു പരിചയക്കാരൻ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഹസ്തദാനത്തിലൂടെയും കൃത്രിമമായ പുഞ്ചിരിയിലൂടെയും സ്വീകരിക്കുന്നത് പോലെയാണ് ആദ്യത്തേത്. എന്നാൽ നിങ്ങളുടെ ഒരു ചിരകാല സുഹൃത്ത് നിങ്ങളെ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ തിളങ്ങുന്ന കണ്ണുകളോടും ഊഷ്മള ഹൃദയത്തോടും കൂടി അനൗപചാരികമായി സ്വീകരിച്ച് ഇരുത്തുന്നു. ഔപചാരികതയുടെ പ്രശംസാ പ്രവാഹത്തിൽ മിക്കവാറും പ്രേമത്തിന്റെ സാന്നിധ്യമില്ല. അന്തര്യാമിയായ ഈശ്വരനുമായുള്ള ഇടപെടലിൽ സർവോത്കൃഷ്ടമായ ഉപാധി പ്രേമമാണ്. ആയതിനാൽ വിശ്വാസത്തോടും ക്ഷമയോടും കൂടി പ്രേമപൂർണവും സേവനപരവുമായ പ്രവൃത്തികളിൽ ഏർപ്പെടുക. നിങ്ങൾ നൽകുന്ന പ്രേമം 1000 മടങ്ങായി തിരികെ ലഭിക്കും. ഒരു സുഹൃത്തായും സഹയാത്രികനായും പരിഗണിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈശ്വരൻ ഏറ്റവും സന്തുഷ്ടനായി തീരുന്നത്. 1978 ജൂലൈ 30 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിറാം.